വെൽക്കം ബാക്ക് ബോഡീസ്. അപ്പോൾ ഞാനിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാതിരാമണൽ ഐലൻഡിലാണ്. വേമ്പനാട്ട് കായലിലെ ഒരു ഐലൻഡാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ്. അപ്പോൾ ഇവിടോട്ട് വരാനായിട്ട് നമുക്ക് രണ്ട് മാർഗ്ഗമുണ്ട്. ഗവൺമെൻറ് ബോട്ടിലും വരാം, അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റായിട്ട് ബോട്ടിലും വരാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഫുള്ള് പീസ്ഫുള്ളായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള, നല്ല തണലൊക്കെ ഉള്ള അടിപൊളിയാണ്. ആലപ്പുഴ ടൗണിൽ നിന്നൊരു 16 കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു ഐലൻഡ്. മുഹമ്മ എന്നൊരു സ്ഥലത്ത് വന്ന് അവിടെ നിന്ന് നമ്മൾ 1.5 കിലോമീറ്റർ ദൂരം ബോട്ടിൽ പോയിട്ടാണ് ഈ ഒരു ഐലൻഡിലെത്താൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ട് ജെട്ടിയുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രൈവറ്റ് ബോട്ടുണ്ട്, പിന്നെ അപ്പുറത്ത് ഗവൺമെൻറ് ബോട്ടിൻ്റെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ വന്നിട്ട് നമുക്ക് കയറാം. I'm obsessive. A lot of people think that I come off aggressive, but I'm just passionate. Why aren't you? Ain't nobody care if you got nothing to lose. You gotta put yourself on the line, make moves. Otherwise you'll be a sheep with the lions watching you. Only time will tell who's gonna make it. I promise you I'ma be the one who's gonna take it. I fight. ഇവിടുത്തെ ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. 1970 മുമ്പ് വരെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. അനന്തപത്മനാഭൻ തോപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1970 ശേഷം പിന്നെ ഗവൺമെൻറ് ഏറ്റെടുത്ത് ബേർഡ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചു. ഒരു 14 ഫാമിലീസ്, കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരെ പിന്നെ ഇവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തോട്ട് അവരെ താമസിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ ഒരു ആൾതാമസം ഇല്ലാത്ത ഒരു ദ്വീപാണ്. അപ്പം ഇവിടെ ഇപ്പം വരുന്നത് ടൂറിസ്റ്റുകളാണ് വരുന്നത്. പിന്നെ ഇതിന് അകത്ത് ഒരുപാട് സ്പീഷ്യസ് ബേർഡ്സ്, 90-ലധികം സ്പീഷ്യസ് ബേർഡ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 50ഓളം ദേശാടന പക്ഷികളും വന്നു പോകുന്നുണ്ട് ഇവിടെ. നമുക്ക് ഇരിക്കാനായിട്ട് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊരു ഹട്ടിലായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആണ്ടെ തടിയൊക്കെ കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മൃഗങ്ങൾ, ചെറിയ ചെറിയ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. ബേർഡ് സാങ്ച്വറിയാണ്. അപ്പോൾ പക്ഷേ പക്ഷികളെ ഒന്നും കാണുന്നില്ല. പക്ഷികളൊക്കെ എനിക്ക് തോന്നുന്നു തീറ്റ തേടി പോയിരിക്കുകയാണ്. വൈകുന്നേരം ചേക്കേറുമായിരിക്കും. ഇവിടെ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഒരുപാട് മരങ്ങളും കണ്ടൽക്കാടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കയറി വരാം. ഇതൊക്കെ കണ്ടോ, വേര് കൊണ്ട് ഫുള്ള് വേര് കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. വേര് Yo, I'm an addict, addicted to being savage. My life is a little graphic, like HBO making magic. I'm rapping to make that passive money coming from traffic. Doing mental gymnastics, I'm fluid and problematic. You losing if you come at me the wrong way. I've come a long way from sipping on Bombay. It's 1942 now, in this loud mouth, sipping hard in the back of a booth, sold out. I can never get enough. Success is like a drug, the money come in, but then I want more stuff. So I gotta work hard, play harder, gotta work smarter. Time is money. ഹലോ ഫ്രണ്ട്സ്, കണ്ടോ, ബേർഡ് സാങ്ച്വറി വന്നിട്ട് നമ്മൾ കണ്ട ഒരു ബേർഡാണ് കാക്ക. കാക്കയെ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ. കാക്കയെന്ന് പറയുമ്പോൾ വളരെ റെയറായിട്ടുള്ളൊരു പക്ഷിയാണ്. കണ്ടോ, ഈ ബേർഡ് സാങ്ച്വറി വന്നിട്ട് കണ്ട ഒരു പക്ഷിയാണ് കാക്ക.